എന്നും രാവിലത്തെ ഉച്ചക്കലത്തേക്കല്ലേ ഇടുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇന്നത്തെ ഒരു ഈവനിങ് വീഡിയോ ഇടാമെന്ന്. കോഴി നോക്കിയപ്പോൾ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തുകൊണ്ട് വെച്ചു. പിന്നെ നമ്മുടെ ചായ ഇടിയിലോട് കൂടിയാണ് ഒരു ദിവസത്തെ ഈവനിങ് ആരംഭിക്കുന്നത്. അങ്ങനെ ചായയൊക്കെ ഇട്ടു. കഴിക്കാനായിട്ട് ഇതെൻ്റെ ഈ റസ്ക് പോലുള്ള ഒരു സൈസ് കേക്കില്ല, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, ഇതുണ്ടായിരുന്നു. അങ്ങനെ അതും കൂട്ടി ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ആസ്വദിച്ചിരിക്കുവാണ്. നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഒരു പക്ഷേ ഇത് നമ്മുടെ ശംഖുപുഷ്പമാണ്. നല്ല ഭംഗിയിൽ ഇങ്ങനെ പടർന്ന് കയറി കിടന്നൊരു ചെടിയാണ്. പെട്ടെന്നൊരു ദിവസം ഇതങ്ങ് കരിഞ്ഞു പോയി. പിന്നെ അതിനകത്ത് കിളിക്കൂട് ഉള്ളതുകൊണ്ട് ഞാനിതെടുത്ത് കളയാനും നിന്നില്ല. സാരമില്ല, അതിൻ്റെ വേറൊരു മൂട് താഴെ കിളിച്ച് വന്ന് നന്നായിട്ട് പടർന്ന് കിടപ്പുണ്ട്. മഹിമോന്തേ സൈക്കിളിൽ ഓരോ അഭ്യാസം കാണിച്ച് എനിക്ക് മുമ്പ് ഇങ്ങനെ നടക്കുക. അവൻ ചായയോ തേയിലോ പാലോ ഒന്നും തന്നെ കുടിക്കത്തില്ല. അപ്പോൾ ഞാൻ കരുതി അവനൊരു ഏത്തപ്പഴം എടുത്തിട്ടൊരു സ്മൂത്തി പോലെ അടിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ ഒരു ഏത്തപ്പഴം നന്നായിട്ട് അരിഞ്ഞെടുത്തു. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുത്തു. പിന്നെ 2-3 ബദാം, അത് കഴിഞ്ഞ് 2-3 ഡേറ്റ്സും ഇട്ടു. 6 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണിത് കേട്ടോ. ആ കൺസിസ്റ്റൻസി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 തവി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സിക്കകത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മഹിമോൻ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തത്. പിന്നെ തീരെ പൊടിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ പാല് ചേർത്ത് അതൊന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. ഇങ്ങനെ കൊടുത്താൽ തന്നെ എന്നെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. എങ്കിലും പിന്നെ ഞാൻ നിർബന്ധിക്കുന്നത് കൊണ്ട് അവൻ കുടിക്കും. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ വന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ ഗോഷ്ടി കാണിക്കുന്നത് മഹിമൂന് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ അവന് ഒരു സമാധാനവും വരത്തില്ല. അങ്ങനെ അവൻ വന്ന് നിന്ന് കുറേ ഗോഷ്ടിയൊക്കെ കാണിച്ചു, വീഡിയോ ഒക്കെ അങ്ങനെ എടുത്തു. ഭയങ്കര സന്തോഷമായി പുള്ളിക്ക്. ഇനിയിപ്പം നമുക്ക് വിളക്കിലൊരുക്കാനൊക്കെ പോകണം. നെറ്റമൊക്കെ നേരത്തെ തൂത്തിട്ടിരുന്നായിരുന്നു. ഫോൺ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയ നേരം നോക്കി അതിനകത്ത് സ്വന്തമായിട്ട് എടുത്ത കുറച്ച് വീഡിയോ ആണ് ഇത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ സന്ധ്യ ആയപ്പോഴത്തേക്ക് ഞാൻ പോയി വിളക്ക് കത്തിച്ചു. ഈ വീഡിയോ ഇങ്ങനെ ആടുന്നത് മഹിമോൻ എടുത്ത വീഡിയോ ആയതുകൊണ്ടാണേ. ഞാൻ വിളക്ക് കത്തിക്കുമ്പോഴും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഓരോ ഗുസ്തിയും കാണിച്ചുകൊണ്ട് നിൽക്കുവാണേ മഹിമോൻ. കണ്ടില്ലേ, വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഭസ്മമൊക്കെ നെറ്റിയിലിട്ടു. എന്നിട്ടിനി നാമം ചൊല്ലാൻ പോവാണ്. ശിവലിംഗാഷ്ടകമാണ് ഞാൻ എന്നും ചൊല്ലുന്നത്. അപ്പം ഞാനിങ്ങനെ ചൊല്ലുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വന്നിരുന്ന് മഹിമോനും ചൊല്ലാറുണ്ട്. അങ്ങനെ ചൊല്ലി ഇപ്പം അവൻ ഏകദേശം കുറേയൊക്കെ അതറിയാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.